സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിനും ഭാര്യയ്ക്കും മരിച്ച മറ്റ് സൈനികർക്കും ആദരമർപ്പിച്ച രാജ്യം. ഊട്ടി, വെല്ലിംഗ്ടൺ, മദ്രാസ് റെജിമെന്റ് ആസ്ഥാനത്ത് വീരസൈനികർക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, മറ്റു മന്ത്രിമാരടക്കം പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ളവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച പാർലമെന്റ്. ഇരുസഭകളിലും പ്രസ്താവന നടത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അപകടത്തെക്കുറിച്ച് സംയുക്ത സേനാ സംഘം അന്വേഷണം തുടങ്ങിയതായി അറിയിച്ചു. സംഘം ഇന്നലെ തന്നെ വെല്ലിംഗ്ടണിലെത്തി പരിശോധന നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. एयरफोर्स के Mi-17V5 हेलीकॉप्टर ने कल 11:48 पर सुलूर एयरबेस से अपनी उड़ान भरी, जिसे 12:15 पर वेलिंगटन में लैंड करना था. सुलूर एयरबेस के एयर ट्रैफिक कंट्रोल ने लगभग 12:08 पर हेलीकॉप्टर से अपना कांटेक्ट खो दिया. बाद में कुनूर के पास जंगल में कुछ स्थानीय लोगों ने आग लगी हुई देखी. जिन लोगों की दुर्भाग्यपूर्ण मौतें हुई उनमें चीफ ऑफ डिफेंस स्टाफ और उनकी धर्मपत्नी श्रीमती मधुलिका रावत, उनके रक्षा सलाहकार ब्रिगेडियर लखविंदर सिंह लिड्डर, स्टाफ ऑफिसर लेफ्टिनेंट कर्नल हरजिंदर सिंह और एयर फोर्स हेलीकॉप्टर क्रू समेत आर्म्ड फोर्सेस के अन्य 9 लोग शामिल हैं. उनके नाम हैं विंग कमांडर पृथ्वी सिंह चौहान, स्क्वाड्रन लीडर कुलदीप सिंह, जूनियर वारंट ऑफिसर राणा प्रताप दास, जूनियर वारंट ऑफिसर अरक्कल प्रदीप, हरविंदर सतपाल राय, नायक गुरुसेवक सिंह, नायक जितेंद्र कुमार, लांस नायक विवेक कुमार, लांस नायक B. साई तेजा. सभी पार्थिव शरीर को आज शाम तक इंडियन एयरफोर्स प्लेन से दिल्ली लाया जाएगा. ग्रुप कैप्टन वरुण सिंह वेलिंगटन के मिलिट्री हॉस्पिटल में लाइफ सपोर्ट पर हैं और उन्हें बचाने के हर संभव प्रयास किए जा रहे हैं. इस दुर्घटना के संबंध में इंडियन एयरफोर्स द्वारा एयर मार्शल मानवेंद्र सिंह की अध्यक्षता में एक ट्राई सर्विस इंक्वायरी के भी आदेश दे दिए गए हैं. इंक्वायरी टीम के ऑफिसर्स ने कल ही वेलिंगटन पहुंचकर अपना कार्य भी प्रारंभ कर दिया. चीफ ऑफ डिफेंस स्टाफ का अंतिम संस्कार फुल मिलिट्री ऑनर्स के साथ किया जाएगा और अन्य सभी मिलिट्री पर्सनल का अंतिम संस्कार भी एप्रोप्रिएट मिलिट्री ऑनर के साथ किया जाएगा. अध्यक्ष महोदय, अंत में मैं देश की ओर से सभी दिवंगत लोगों को हार्दिक श्रद्धांजलि अर्पित करता हूं और उनके परिवारजनों के प्रति अपनी संवेदना भी व्यक्त करता हूं. 12:15 വെല്ലിംഗ്ടണിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു ഹെലികോപ്റ്റർ. എന്നാൽ 12:08 ഹെലികോപ്റ്ററുമായുള്ള ആശയവിനിമയം ATSന് നഷ്ടമായതായി പ്രതിരോധ മന്ത്രി അറിയിച്ചു. ബിപിൻ റാവത്ത് ഉൾപ്പെടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 14 പേരിൽ 13 പേരും മരിച്ചു. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാകും സംസ്കാരം. ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന്റെ ജീവൻ രക്ഷിക്കാനായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയതായും രാജ്നാഥ് സിംഗ് സഭയെ അറിയിച്ചു. सभा की ओर से मैं सभी वीर सैनिकों की प्रति हार्दिक संवेदना व्यक्त करता हूं तथा ईश्वर से प्रार्थना करता हूं कि उन्हें इस असहनीय दुख को सहन करने की शक्ति प्रदान दे. अब सभा दिवंगत पुण्यात्माओं के सम्मान में कुछ देर मौन रहेगी.
ओम शांति। സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെയും ഭാര്യയുടെയും സംസ്കാരം ഡൽഹി കണ്ടോൺമെന്റിൽ നാളെ വൈകിട്ട് നടക്കും. വ്യോമസേനാ മേധാവി എയർ മാർഷൽ VR ചൌധരി അടക്കം ഉന്നത ഉദ്യോഗസ്ഥ സംഘം അപകട സ്ഥലം സന്ദർശിച്ചു. അപകട സ്ഥലത്ത് നിന്ന് വ്യോമസേന ഹെലികോപ്റ്ററിലെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഈ അപകടത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അപകടത്തിന് നിമിഷങ്ങൾ മാത്രം മുൻപുള്ള ഈ ദൃശ്യങ്ങളും ഒപ്പം ഫ്ലൈറ്റ് ഡേറ്റ അപകടത്തിന്റെ നിർണായക വിവരങ്ങളാകുമെന്ന് കരുതുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലെ വിവരങ്ങളും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റവും പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുകയാണ്. ആദ്യം സുരേഷിലേക്ക്. സുരേഷ്, വീര സൈനികർക്ക് സംയുക്ത സേനാ മേധാവിക്ക് രാജ്യം വിട നൽകുകയാണ്. ഇപ്പോഴും പൊതുദർശനം മദ്രാസ് റെജിമെന്റിലെ സൈനിക പരേഡ് ഗ്രൗണ്ടിൽ തുടരുകയാണോ? ഇതിനോടകം ഏതൊക്കെ പ്രമുഖരാണ് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചത്? രേണുക, ഒരിക്കലും സംഭവിക്കില്ല എന്ന് രാജ്യം പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം, അതിന് ഏറ്റവും ദുഃഖകരമായി രാജ്യം സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥ, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് ആണ് ബിപിൻ റാവത്തും അതോടൊപ്പം തന്നെ മറ്റ് സൈനികരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റു സൈനികരും ഒക്കെ ഈ വെല്ലിംഗ്ടണിലെ സൈനിക പരിശീലന കോളേജിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. 12:15 ഇന്നലെ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിനും 8 മിനിറ്റ് മുൻപ് ഈ ഹെലികോപ്റ്ററുമായിട്ടുള്ള എല്ലാ ആശയവിനിമയവും നഷ്ടമാകുന്നു. അങ്ങനെയാണ് അപകടമുണ്ടാകുന്നത്. 12:08 അപകടം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി തന്നെ പാർലമെൻറ്റിൻ്റെ സഭകളിലും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്നലെ ഇതേ സമയത്ത് ലാൻഡ് ചെയ്യേണ്ട ആ സമയത്താണ് ഇന്നിപ്പോൾ 13 പേരുടെയും മൃതദേഹം അതേ സ്ഥലത്ത് പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത്. തമിഴ്നാട് ഗവർണർ, തമിഴ്നാട് മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാർ, സൈന്യത്തിലെ വ്യോമസേനയിലെ പ്രത്യേകിച്ച് ദക്ഷിണ മേഖലയിൽ നിന്നുമുള്ള പ്രമുഖരെല്ലാവരും തന്നെ ആദരാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പരിശീലന കോളേജിലെ പ്രമുഖരും അധ്യാപകരും അങ്ങനെയുള്ള പരിശീലകരും ഒക്കെയാണ് ഇനിയിപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാനുള്ളത്. ഏതാണ്ട് അത് അരമണിക്കൂറിനകത്ത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും ഒരുപക്ഷെ പ്രസാദിനായിരിക്കും ആ വിവരങ്ങൾ തത്സമയം അവിടെ നിന്നും നൽകാൻ കഴിയുക. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്. അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ അതിൻ്റെ വിവരങ്ങളെയും ഒക്കെ പ്രതിരോധ മന്ത്രി തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും അറിയിക്കുകയും ചെയ്തു. എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിനാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. സംഘം ഇന്നലെ തന്നെ സ്ഥലത്തെത്തി. ഇന്ന് രാവിലെ അവർ വീണ്ടും സ്ഥലത്തെത്തി അവിടെ നിന്നുമുള്ള പ്രാഥമിക വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വ്യോമ, കര, നാവികസേനയിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിനൊപ്പം തന്നെ ഉണ്ടാകും. മറ്റൊരു കാര്യം, ഈ പൊതുദർശനം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞാൽ, വെല്ലിംഗ്ടണിലെ പരിശീലന കോളേജിലെ പൊതുദർശനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ 12 മൃതദേഹമായിരിക്കും ഡൽഹിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അറിയുന്നത്. മലയാളിയുടെ മൃതദേഹം തൃശ്ശൂരിലേക്കായിരിക്കും കൊണ്ടുവരിക എന്ന് പറയുന്നത്. അറക്കൽ വീട്ടിൽ പ്രദീപിൻ്റെ മൃതദേഹം
അത് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാനാണ് കൂടുതൽ സാധ്യത. മറ്റ് 12 മൃതദേഹങ്ങളും ഡൽഹിയിൽ കൊണ്ടുപോയി അവിടെ പൊതുദർശനത്തിന് വെച്ച് അതിനുശേഷം നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിപിൻ റാവത്തിൻ്റെയും ഭാര്യയുടെയും അതോടൊപ്പം തന്നെ മറ്റ് സൈനികരുടെയും ഒക്കെ എല്ലാവരുടെയും ഭൗതിക ശരീരം അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ആദരാഞ്ജലി അർപ്പിച്ചായിരിക്കും പൊതുദർശനത്തിനൊക്കെ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്ന് പറയുന്നത്. സർവ്വ സൈനിക ബഹുമതികളോടെയാണ് എല്ലാ ചടങ്ങുകളും നടക്കുക എന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും രാജ്യം അതീവ ദുഃഖത്തിലാണ്. ലോകരാഷ്ട്രങ്ങൾ തന്നെ, ഐക്യരാഷ്ട്രസഭയാണെങ്കിലും അമേരിക്ക ആണെങ്കിലും റഷ്യയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളാണെങ്കിലും ഒക്കെ ഇന്ത്യയുടെ ഈ ദുഃഖത്തിൽ അതീവ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. അവരുടെയൊക്കെ ഭരണകർത്താക്കൾ തന്നെ അവരുടെ സന്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാജ്യത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത, രാജ്യത്തിന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രഥമ സംയുക്ത സൈനിക മേധാവി, ഭാര്യ അടക്കം 13 പേർക്കാണ് ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് ജീവൻ നഷ്ടമായത്. തീർച്ചയായും സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ഉൾപ്പെടെ ഇന്നലെ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ അന്തരിച്ച എല്ലാവർക്കും രാജ്യം വിട നൽകുകയാണ്. വീരോചിത യാത്രയയപ്പ് നൽകുകയാണ്. മദ്രാസ് റെജിമെൻറ്റിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ നിരവധി പേർ ഇതിനോടകം തന്നെ അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. മറ്റു മന്ത്രിമാർ, ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ എല്ലാവരും, അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും അന്തിമോപചാരം അർപ്പിച്ചു. വളരെ വൈകാരികമായ നിമിഷങ്ങൾക്ക് കൂടിയാണ് മദ്രാസ് റെജിമെൻറ്റ് അവിടെ ഈ പൊതുദർശനത്തിന് ഒരുക്കിയിരിക്കുന്ന ഇടം വേദിയാകുന്നത്. ബിപിൻ റാവത്തിനെ സംബന്ധിച്ച് ഏറെ വൈകാരികമായി അടുപ്പം കൂടി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ പഠനകാലം മുതൽ നിരവധി തവണ കഴിഞ്ഞ 2 മാസം മുൻപ് പോലും അവിടെ വന്നു മടങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം. അവിടെ അദ്ദേഹം പരിശീലനം നേടിയിരുന്നു. ഇപ്പോൾ പഠനത്തിലുള്ളവർക്ക് അവരുടെ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ എത്താൻ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം അപകടത്തിൽപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് വൈകാരികമായ അടുപ്പമുള്ള പ്രദേശത്ത് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. ഏറ്റവും യോജിക്കുന്ന തരത്തിലുള്ള യാത്രയയപ്പ് അവിടെ നൽകുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി ഉണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി. പ്രസാദ്, ഇവിടെ പൊതുദർശനം മദ്രാസ് റെജിമെൻറ്റിൽ നടക്കുമ്പോൾ തന്നെ കൂനൂരിൽ ഈ അപകടമുണ്ടായ സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ മറ്റും നടക്കുന്നുണ്ട്. ഇന്ന് പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തിയപ്പോൾ പ്രതിരോധ മന്ത്രി എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് പറഞ്ഞിരുന്നു. സംയുക്ത പരിശോധനയായിരിക്കും, അന്വേഷണമായിരിക്കും നടക്കുക എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള മറ്റു വിവരങ്ങൾ? ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിട്ടുണ്ട്. ആ അപകട സ്ഥലവും മറ്റും ഇപ്പോൾ നിരീക്ഷിക്കുന്നതും സന്ദർശിക്കുന്നതും ആരൊക്കെയാണ്? രേണുക, ഇപ്പോഴും ഈ അപകട സ്ഥലത്ത് സംയുക്ത സേനയുടെ നേതൃത്വത്തിൽ അവിടെ തിരച്ചിൽ പരിശോധനകൾ നടക്കുകയാണ്. രാവിലെ ഡാറ്റ റെക്കോർഡർ കണ്ടെത്തിയിരുന്നു. ഈ അപകടം സംബന്ധിച്ച് വളരെ കൃത്യത വരുത്തുന്നതിന് ഒരുപക്ഷെ സഹായിക്കുന്ന നിർണായകമായ ഡാറ്റ റെക്കോർഡറാണ് രാവിലെ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ അപകടമുണ്ടായ സമയത്ത് പറഞ്ഞിരുന്നത് സാധ്യത മൂടൽമഞ്ഞാണ് ഈ അപകട കാരണം എന്നതായിരുന്നു. അതിനുശേഷം ഇത് സംബന്ധിച്ച സാധൂകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യവും പുറത്തു വന്നിരുന്നു. ഹെലികോപ്റ്റർ താഴ്ന്നു പറക്കുന്നതും കടുത്ത കോടമഞ്ഞുള്ള സമയത്ത് ഇത് മരത്തിൽ തട്ടി അപകടം ഉണ്ടായതാണ് എന്ന നിഗമനത്തിലാണ്. എന്തായാലും ഡാറ്റ റെക്കോർഡർ സേന പരിശോധിക്കും. ഏതെങ്കിലും തരത്തിൽ യന്ത്ര തകരാർ ഉണ്ടായത് ഉൾപ്പെടെയുള്ള അത്തരം നേരിയ സാധ്യത പോലും പരിശോധിക്കുന്നതാണ്. ഇപ്പോഴും അവിടെ അത് സംബന്ധിച്ചുള്ള പരിശോധനയും അന്വേഷണവും തുടരുകയാണ്. ഇവിടെ പൊതുദർശന ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ 13 മൃതദേഹവും സംയുക്ത സേന 13 മൃതദേഹവും ഇവിടെ നിന്നും കൂനൂരിൽ നിന്നും നേരെ കോയമ്പത്തൂർ സൂലൂരിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നായിരിക്കും വിമാനമാർഗം ഡൽഹിയിലേക്ക് എത്തിക്കുക. അതേസമയം മലയാളിയായ സൈനികന്റെ മൃതദേഹം കോയമ്പത്തൂരിൽ നിന്നും നേരിട്ട് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 13 മൃതദേഹങ്ങളും ഇന്ന് സഭയിൽ പ്രസ്താവന നടത്തുമ്പോൾ രാജ്നാഥ് സിംഗ് ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അവിടെ രക്ഷപ്പെട്ട വരുൺ സിംഗിൻ്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് വിദഗ്ധ ചികിത്സകൾ നൽകുന്നു എന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ സൈനിക ആശുപത്രിയിൽ നിന്നും എന്തെങ്കിലും ഔദ്യോഗിക വിവരങ്ങൾ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട്?
രേണുക, വരുൺ സിംഗിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 80% ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട്. അത്രയേറെ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഈ ചികിത്സയുടെ ആരോഗ്യ പുരോഗതി റിപ്പോർട്ടോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ സൈന്യം ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. അരുൺ സിംഗിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നത് മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രസാദ്, ഒപ്പം ഈ കൂടുതൽ ദൃക്സാക്ഷികൾ അവർ കണ്ടതും കേട്ടതുമൊക്കെ പറയുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ചിലർ ബിപിൻ റാവത്തിനെ ഹെലികോപ്റ്ററിൽ നിന്നും എടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പേര് ഞാൻ ബിപിൻ റാവത്താണ് എന്ന് പറഞ്ഞിരുന്നുവെന്നും ആശുപത്രിയിൽ എത്തിക്കുന്ന വേളയിലാണ് വഴിമധ്യയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നതെന്നും പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? അദ്ദേഹം ആശുപത്രിയിൽ വഴിമധ്യയാണോ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്? രേണുക, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്നലെ തന്നെ ബിപിൻ റാവത്തിന്റെ പത്നി മരണവിവരം ആദ്യം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ബിപിൻ റാവത്ത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നുള്ളതായിരുന്നു വൈകിട്ട് വരെയുള്ള ലഭിച്ചിരുന്ന വിവരം. വൈകിട്ടാണ് ബിപിൻ റാവത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. പ്രദേശവാസികൾ പറയുന്നത് അന്ന് ഈ അപകടത്തിൽപ്പെട്ട 14 പേരിൽ ഭൂരിഭാഗം പേരും അതീവ ഗുരുതര പൊള്ളലേറ്റ അവസ്ഥയിലായിരുന്നു. പല ആളുകളെയും അങ്ങനെ ആ രീതിയിലാണ് പുറത്തെടുത്തിട്ടുള്ളത്. ഇതിൽ 3 പേർ ആ സമയത്ത് 3 പേരെ ജീവനോടെ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് കണ്ടു എന്നത് പല ആളുകളും പറയുന്നുണ്ട്. എന്തായാലും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പാണോ ബിപിൻ റാവത്ത് മരിച്ചത് എന്ന് സംബന്ധിച്ചുള്ള അത്തരം വിശദീകരണങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷെ വൈകിട്ടോട് കൂടിയാണ് ബിപിൻ റാവത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് എന്നത് മാത്രമാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി കിട്ടുന്നത്. തീർച്ചയായും ഔദ്യോഗികമായി കിട്ടുന്ന വിവരങ്ങൾ അത്രമാത്രമാണ്. പക്ഷേ പ്രാദേശിക മാധ്യമങ്ങളും ഈ ദൃക്സാക്ഷികളെയും രക്ഷാപ്രവർത്തനത്തിൽ ആദ്യഘട്ടത്തിൽ ഏർപ്പെട്ടവരെയും ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളാണ് രക്ഷപ്പെടുത്തി ജീവനോടെ ആശുപത്രിയിൽ എത്തിച്ചവരിൽ ബിപിൻ റാവത്ത് ഉണ്ടായിരുന്നു എന്നതും അദ്ദേഹത്തിന്റെ പേര് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരോട് പറഞ്ഞു എന്ന കാര്യങ്ങളും പുറത്തു വരുന്നത്. എന്നാൽ അക്കാര്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതല്ല. വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം എയർഫോഴ്സ് സ്ഥിരീകരിക്കുന്നതും. ട്വീറ്റിലൂടെയാണ് അവർ അത്തരം വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഇന്ന് അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഈ ദൃശ്യങ്ങളും ഒപ്പം തന്നെ അപകടത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപുള്ള ഈ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ കണ്ടെത്തിയതുമാണ്. ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങളായാണ് ഇത് രണ്ടും കണക്കാക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ അപകടം ഉണ്ടാകുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അവിടെ വിനോദസഞ്ചാരത്തിനെത്തിയ ഒരു സംഘം ആളുകൾ പകർത്തിയതാണ്. അസ്വാഭാവിക രീതിയിൽ ഹെലികോപ്റ്റർ പറക്കുന്നത് കണ്ടാണ് അവർ അത് ചിത്രീകരിച്ചത്. അതിന് നിമിഷങ്ങൾക്കകം തന്നെ അതിൻ്റെ പൊട്ടിത്തെറിയുടെ ശബ്ദവും ഇത് കോടമഞ്ഞിലേക്ക് അകപ്പെട്ടു പോകുന്നതും കാണാം. അവരുടെ സംഭാഷണത്തിൽ ഇത് തകർന്നോ എന്ന് ചോദിക്കുന്നതും തകർന്നിട്ടുണ്ടാകാമെന്ന് മറുപടി പറയുന്നതും ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്ക് മുൻപ് അപകടത്തിന് നിമിഷങ്ങൾക്ക് മുൻപുള്ള വളരെ നിർണായകമായ ദൃശ്യങ്ങളായാണ് ഇത് കരുതപ്പെടുന്നത്. സുരേഷ് വെള്ളിമുറ്റം തുടരുന്നുണ്ട് നമുക്കൊപ്പം. സുരേഷ്, ഇനി ഉള്ള ദിവസങ്ങൾ ഏറ്റവും അധികം ചർച്ചയാവുക ഈ അപകടം അത് എങ്ങനെ സംഭവിച്ചു എന്നതായിരിക്കും. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ സൈനിക മേധാവിമാർ ഉൾപ്പെടെ മറുപടി പറയേണ്ടി വരിക ഈ അപകടം എങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നത് സംബന്ധിച്ച് ഉള്ള കാര്യം തന്നെയായിരിക്കും. ഒരു പക്ഷേ രാഷ്ട്രീയ വിഷയമായി തന്നെ ഇത് മാറുന്ന സാഹചര്യവും ഉണ്ടാകാം. ആ അന്വേഷണങ്ങളിലും ആ വിവാദങ്ങളിലുമൊക്കെ എത്രമാത്രം നിർണായകമാകും ഇന്ന് നമ്മൾ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളും? രേണുക, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് അപകടമുണ്ടാകുന്നതിന് തൊട്ട് മുൻപ് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. നാട്ടുകാരാണ് ഇത് പകർത്തിയത്. അവിടെ വന്നിട്ടുള്ള വിനോദസഞ്ചാരികളൊക്കെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇന്ന് രാവിലെ ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ വ്യോമസേനയൊക്കെ ഇത് പരിശോധിക്കുന്നുണ്ട്, ഇതിൻ്റെ ആധികാരികത പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് ഹെലികോപ്റ്റർ പറന്നു പോകുന്നത് നമുക്ക് കാണാം. ഹെലികോപ്റ്റർ പറന്നു പോകുമ്പോൾ കുട്ടികൾ അതിലൂടെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അവരുടെ സംഭാഷണം ആ ദൃശ്യങ്ങളിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. കാരണം
ആ ദൃശ്യങ്ങളിൽ ഒരാൾ ചോദിക്കുന്നു, എന്നെ അച്ഛൻ ഒടിഞ്ചിട്ട എന്നാണ് ചോദിക്കുന്നത്. ഇത് വീണോ, പതിച്ചോ, തകർന്നോ എന്നുള്ളതാണ് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ആശങ്കയോട് കൂടിയിട്ട് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ ആമ എന്നുള്ളതാണ് അതിന് മറുപടി നൽകുന്നത്. അതെ, അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ നിന്നുമുള്ള അതിൻ്റെ മറുപടി. ആ സംഭാഷണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഏതായാലും എന്നെ അച്ഛൻ ഒടിഞ്ചിട്ട ആമ എന്നുള്ള വാക്കുകൾ അത് അവർ ദൃക്സാക്ഷികൾ നേരിട്ട് ഈ അപകടത്തിൽ കാണുന്നു എന്നുള്ളതാണ് അതിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും സാധാരണയിൽ കവിഞ്ഞ് ഈ ഹെലികോപ്റ്റർ താഴ്ന്നാണ് പറന്നിരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ മോശം കാലാവസ്ഥ തന്നെയായിരിക്കും. അല്ലാതെ ലാൻഡിങ്ങിന് വേണ്ടി താഴ്ന്നു പറക്കുക എന്ന് പറയുന്നത് ഒരു ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിക്കില്ല. വിമാനം മാത്രമാണ് അങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലെവലിലേക്ക് താഴ്ന്നു പറന്ന് ലാൻഡിങ്ങിലേക്ക് വരിക. സാധാരണ ലെവലിൽ ഹെലികോപ്റ്റർ ആണെങ്കിൽ നേരെ ഉയർന്നു തന്നെ പറന്ന് അത് നേരെ വെർട്ടിക്കലായിട്ട് ലാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ലാൻഡിങ്ങിന് വേണ്ടി ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വിശ്വസിക്കാൻ കഴിയില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത് മോശം കാലാവസ്ഥയാണ്. ഈ ഹെലികോപ്റ്റർ ഏറ്റവും അധികം കരുത്തുള്ള ഒരു ഹെലികോപ്റ്റർ ഇന്ത്യൻ വ്യോമസേന നമ്മൾ സിയാച്ചിനിലാണെങ്കിലും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള, നാഗാലാൻഡിലൊക്കെ ആണെങ്കിലും യുദ്ധമുഖത്താണെങ്കിലും രക്ഷാപ്രവർത്തനത്തിനാണെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത്രയധികം കരുത്തും സാങ്കേതിക മികവും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതിക പിഴവ് എന്ന് പറയുന്നതിലേക്ക് ഒരു 0.1% പോലും, അല്ലെങ്കിൽ അത്രയും വളരെ വിരളമായി മാത്രമേ ഇത് പോകാൻ സാധ്യതയുള്ള ഒരു സാങ്കേതിക പിഴവ് എന്ന് പറയുന്ന നിഗമനത്തിലേക്ക്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഒക്കെ പോകാറുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ ദൃശ്യം. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന ഭയങ്കര കട്ടിയുള്ള മൂടൽമഞ്ഞ് വളരെ വേഗതയിൽ കാറ്റിനൊപ്പം വരുന്നതും ആ ഹെലികോപ്റ്ററിനെ മറയ്ക്കുന്നതുമാണ്. ആ ഹെലികോപ്റ്ററിനെ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. സ്വാഭാവികമായും ഹെലികോപ്റ്റർ പറത്തിയിരുന്ന പൈലറ്റിന് സ്വാഭാവികമായും മുന്നോട്ടുള്ള കാഴ്ച തടസ്സം വന്നിരിക്കാം. മാത്രമല്ല ഈ ഹെലികോപ്റ്റർ ഇത്രയധികം താഴ്ന്നു പറന്നതും അതുകൊണ്ട് തന്നെയായിരിക്കും. സാധാരണ ഈ ഹെലികോപ്റ്ററിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഇതിന് പറക്കാൻ കഴിയുക 20,000 അടിയാണ്, ഏതാണ്ട് 6,000 മീറ്റർ എന്ന് പറയുന്നത്. 20,000 അടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ മൂടൽമഞ്ഞോ കാർമേഘങ്ങളോ ഒക്കെ ഉള്ളപ്പോഴാണെങ്കിൽ അതിൻ്റെ ഒരു ഉയരമാണ്. അപ്പോൾ ഈ മൂടൽമഞ്ഞിലൂടെ പറന്നപ്പോൾ കാഴ്ച സ്വാഭാവികമായും കുറഞ്ഞിട്ടുണ്ടാകും പൈലറ്റിന്. അതുകൊണ്ട് അദ്ദേഹം ഹെലികോപ്റ്റർ കുറെ കൂടി മൂടൽമഞ്ഞിൽ നിന്നും താഴ്ത്തിയതാകാം. അതുകൊണ്ടായിരിക്കും ഹെലികോപ്റ്റർ ഇത്രയധികം താഴ്ന്നു പറക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അങ്ങനെ താഴ്ന്നു പറക്കുമ്പോഴാണ് ഈ മലമുകളിലെ ഉയർന്നു നിൽക്കുന്ന മരത്തിൻ്റെ ശിഖരത്തിൽ ഹെലികോപ്റ്റർ തട്ടുന്നതും ഹെലികോപ്റ്ററിന് തീ പിടിക്കുന്നതും തീഗോളമായി ആകാശത്ത് വെച്ച് തന്നെ മാറുന്നതും പൊട്ടിത്തെറിക്കുന്നതും താഴേക്ക് പതിക്കുന്നതും. അങ്ങനെയാണ് ഇപ്പോൾ ഇതുമായിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക. പക്ഷേ ഇതൊരു പ്രാഥമിക നിഗമനവും ദൃശ്യങ്ങൾ കാണുമ്പോഴുള്ള വിലയിരുത്തലും മാത്രമാണ്. കാരണം രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റാ ബോക്സ്, ഹെലികോപ്റ്ററിൻ്റെ ഡേറ്റാ ബോക്സ് ലഭിച്ചിട്ടുണ്ട്. ആ ഡേറ്റാ ബോക്സിൽ നിന്നും ഉരുത്തിരിയുന്ന ലഭ്യമാകുന്ന വിവരങ്ങളാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും പൈലറ്റിൻ്റെ അവസ്ഥയെക്കുറിച്ചും മാനസികാവസ്ഥയെക്കുറിച്ചും ഒക്കെയുള്ള എല്ലാ വിവരങ്ങളും ആ പറക്കുന്ന സമയത്ത്, അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഹെലികോപ്റ്ററിൻ്റെ എന്താണ് സാഹചര്യം എന്നുള്ളതിൻ്റെ എല്ലാ വിവരങ്ങളും ആ ഡാറ്റാ ബോക്സിൽ നിന്നുമായിരിക്കും ലഭിക്കുക. അതിൻ്റെ അവലോകനവും വിശകലനവുമാണ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. ഏതായാലും അന്വേഷണത്തിന് 3 സൈന്യത്തിനെയും കൂടി ഉൾപ്പെടുന്ന കര, വ്യോമ, നാവികസേന ഉൾപ്പെടുന്ന അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയിലേക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള എയർ മാർഷൽ മാനവേന്ദ്ര സിംഗും ഈ മേഖലയിൽ ഏറ്റവും കരുത്തും ഏറ്റവും പരിചയസമ്പന്നതയും ഉള്ള ആളാണ്. 38 വർഷത്തെ വ്യോമസേനയിൽ മാത്രം പരിചയമുള്ള വ്യക്തിയാണ് മാനവേന്ദ്ര സിംഗ്. 1988 ഡിസംബർ 29 അദ്ദേഹം വ്യോമസേനയിൽ ചേരുന്നത്. അതിനുശേഷം 6600 കിലോമീറ്റർ അദ്ദേഹം ഹെലികോപ്റ്റർ പറത്തിയിട്ടുള്ള ആളാണ്. ഇത്രയധികം പരിചയ സമ്പത്തുള്ള വ്യക്തിയാണ്. സിയാച്ചിനിലും ഉത്തരാഖണ്ഡിലും ഒക്കെ മോശം കാലാവസ്ഥയിൽ പോലും ഇതേ ഹെലികോപ്റ്റർ പറത്തിയിട്ടുള്ള ആളാണ് മാനവേന്ദ്ര സിംഗ്.
നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പഠിച്ചതിന് ശേഷം വിർജീനിയയിൽ അടക്കം പോയി ഉപരിപഠനം നടത്തി അത്രയധികം പരിചയ സമ്പത്തും ഒക്കെ ഉള്ള ആളാണ് മാനവേന്ദ്ര സിംഗ്. അദ്ദേഹത്തിനാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ വ്യോമസേനാ തലവനും ഇന്ന് അപകട സ്ഥലത്തൊക്കെ പരിശോധന നടത്തുകയുണ്ടായി. അദ്ദേഹവും അവിടെ സന്ദർശനം നടത്തി. അതോടൊപ്പം ഫോറൻസിക് വിഭാഗവും അവിടെ പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം അതിന്റെ ഘട്ടത്തിലേക്ക് സംയുക്ത പരിശോധനകൾ അവിടെ പുരോഗമിക്കുകയാണ്. സംയുക്ത അന്വേഷണം തന്നെയാകും ഇതിലുണ്ടാവുക എന്നതാണ് പ്രതിരോധ മന്ത്രി സഭയിൽ നടത്തിയ പ്രസ്താവനയിലും പറയുന്നത്. എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആയിരിക്കും ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുക. ഇപ്പോൾ രാവിലെ മുതൽ തന്നെ കോനൂരിലെ അപകടം ഉണ്ടായ സ്ഥലത്ത് പല വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ സേനയുടെയും മറ്റും വിവിധ വിഭാഗങ്ങൾ പരിശോധന നടത്തുകയാണ്. അപകടം സംബന്ധിച്ചുള്ള എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുമെന്നത് നേരത്തെ സുരേഷ് വെള്ളിമുറ്റം സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യോമസേനാ മേധാവി VR ചൗധരി ഉൾപ്പെടെയുള്ളവർ അവിടം സന്ദർശിച്ചിരുന്നു. നിർണായക വിവരങ്ങൾ ഈ അന്വേഷണങ്ങളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിൽ ഏറ്റവും നിർണായകമാകുക ഈ മൂടൽമഞ്ഞിലേക്ക് ഹെലികോപ്റ്റർ നിമിഷങ്ങൾക്കകം അകപ്പെട്ടു പോവുകയും അതിന് നിമിഷങ്ങൾക്കകം വലിയ ശബ്ദത്തോടുകൂടി അതിൻ്റെ പൊട്ടിത്തെറി ശബ്ദം കേൾക്കാനും കഴിയുന്ന തരത്തിലുള്ള ഈ ദൃശ്യങ്ങളാണ്. വിനോദസഞ്ചാരികൾ പകർത്തിയ ഈ ദൃശ്യങ്ങൾ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാകും. உடஞ்சிச்சா? ஆமாம். என்னாச்சு? உடஞ்சிச்சா? ஆமாம். ഏറ്റവും പരിചയസമ്പന്നരാണ് ഈ ഹെലികോപ്റ്റർ പറത്തിയിരുന്നത്. പൈലറ്റ് ഏറ്റവും പരിചയസമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാർ എന്ന സംശയം പോലും വ്യോമസേന ഈ ഘട്ടത്തിൽ ഉയർത്തുന്നില്ല. മറ്റ് ഏതെങ്കിലും സാഹചര്യങ്ങളാകാം, മോശം കാലാവസ്ഥ പോലെയുള്ള സാഹചര്യങ്ങളാകാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് അവരുടെ പ്രാഥമിക വിലയിരുത്തൽ. എന്തായാലും എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ വളരെ വ്യക്തമായി തന്നെ എന്താണ് ഇതിൻ്റെ അപകട കാരണം എന്നുള്ളത് വെളിച്ചത്ത് വരും. വളരെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അന്തരിച്ച സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിനും ഭാര്യയ്ക്കും അന്തരിച്ച മറ്റ് സൈനികർക്കും ആദരമർപ്പിക്കുകയാണ് രാജ്യം. ഊട്ടി വെല്ലിംഗ്ടൺ മദ്രാസ് റെജിമെന്റ് ആസ്ഥാനത്ത് വീര സൈനികർക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, മറ്റ് മന്ത്രിമാരടക്കമുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഡൽഹി കണ്ടോൺമെന്റിൽ നാളെ വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വ്യോമസേനാ മേധാവി എയർ മാർഷൽ VR ചൗധരി അടക്കം ഉന്നത ഉദ്യോഗസ്ഥ സംഘം അപകട സ്ഥലം സന്ദർശിച്ചു. അപകട സ്ഥലത്ത് നിന്ന് വ്യോമസേന ഹെലികോപ്റ്ററിലെ നിർണായക വിവരങ്ങൾ അടങ്ങുന്ന ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ കണ്ടെത്തുകയുണ്ടായി. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇപ്പോൾ സുരേഷ് വെള്ളിമുറ്റം തുടരുന്നുണ്ട്. ന്യൂസ് 18 പ്രതിനിധി പ്രസാദ് ഉടുമ്പശ്ശേരിയും കൂനൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരും. ആദ്യം സുരേഷിലേക്ക്. സുരേഷ്, ഇപ്പോൾ അവിടെ നിന്ന് ആംബുലൻസുകൾ പുറത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. അവിടെ പൊതുദർശനം അവസാനിച്ചു. എന്താണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ നിന്ന്? രേണുക, പൊതുദർശനം അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുന്നു. കാരണം ഇപ്പോൾ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി. ഇനി മൃതദേഹം അവിടെ നിന്നും
നേരെ വെല്ലിംഗ്ടണിൽ നിന്നും വന്ന് സുലൂറിലെ സൈനിക താവളത്തിലേക്കായിരിക്കും, എയർബേസിലേക്കായിരിക്കും കൊണ്ടുവരിക. അവിടെ നിന്നും പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതായാലും പൊതുദർശന ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും പൊതുജനങ്ങൾക്കൊന്നും അവിടേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. സൈനികർക്കും അതോടൊപ്പം തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ മന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ അങ്ങനെയുള്ള ആളുകൾക്കും ഒക്കെ മാത്രമാണ് പൊതുദർശനത്തിനും ആദരാഞ്ജലി അർപ്പിക്കാനും അവസരമുണ്ടായിരുന്നത്. സൈനിക പരിശീലന കോളേജിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, അവിടെ പരിശീലനം നടത്താനെത്തിയിട്ടുള്ള മറ്റ് ഉദ്യോഗസ്ഥർ, അവർക്കൊക്കെയാണ് അനുമതി ഉണ്ടായിരുന്നത്. അതൊക്കെ ഏതാണ്ട് പൂർത്തിയാകുന്നു. ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഈ നടപടികളാണ് ഇനിയിപ്പോൾ പുരോഗമിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് പുരോഗമിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അന്വേഷണ പുരോഗതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സാങ്കേതിക പിഴവെന്ന് പറയുന്നതിന് എല്ലാവരും തന്നെ, ഈ മേഖലയിലുള്ള എല്ലാ പ്രമുഖരും തന്നെ, സൈന്യത്തിലും അതോടൊപ്പം തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള സൈന്യത്തിലുണ്ടായിരുന്നവരുമൊക്കെ സാങ്കേതിക പിഴവിനുള്ള സാധ്യത പൂർണ്ണമായും നിരാകരിക്കുകയാണ്. അതിന് 1% പോലും സാധ്യതയില്ല എന്നുള്ള വിധത്തിലാണ് അനുമാനം. ശരി, എന്തായാലും അവിടുത്തെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ അവരവരുടെ ജന്മനാട്ടിലേക്ക് അയക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ബിപിൻ റാവത്തിൻ്റെയും ഭാര്യയുടെയും മൃതദേഹം ഡൽഹിയിലാണ് സംസ്കരിക്കുക. ആ മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് വൈകിട്ടോടെ എത്തുമെന്നും അറിയുന്നു. കേരളത്തിൻ്റെ വേദന ഇന്നലത്തെ അപകടത്തിൽ അന്തരിച്ച ജൂനിയർ വാറണ്ട് ഓഫീസർ എ പ്രദീപിൻ്റെ അകാല വിയോഗം തന്നെയാണ്. ആ മരണം, ആ വാർത്ത ഉൾക്കൊള്ളാനാകാതെയാണ് തൃശ്ശൂർ പൊന്നൂക്കര ഗ്രാമം ഇപ്പോഴും ഉള്ളത്. അച്ഛൻ്റെ ചികിത്സാ ആവശ്യത്തിനായി നാട്ടിലുണ്ടായിരുന്ന പ്രദീപ് 4 ദിവസങ്ങൾക്ക് മുൻപാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നത്. സുവി വിശ്വനാഥ് അവിടെ നിന്നും ചേരുകയാണ്. സുവി, വെല്ലിംഗ്ടണിലെ മദ്രാസ് റെജിമെൻറ്റിലെ പൊതുദർശനം ഏതാണ്ട് അവസാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും മൃതദേഹം നേരെ നാട്ടിലേക്കായിരിക്കുമോ, പൊന്നൂർക്കരയിലേക്കായിരിക്കുമോ കൊണ്ടുവരിക? പ്രദീപിൻ്റെ സഹോദരൻ കോയമ്പത്തൂരിലേക്ക് പോയിരുന്നു. എന്താണ് അവിടെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? സുവി, കേൾക്കാമോ? രേണുക, പ്രദീപിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് പൊന്നൂക്കര ഗ്രാമവാസികളെല്ലാം തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വലിയ പ്രിയപ്പെട്ടവനായിരുന്നു നാട്ടുകാർക്ക് ഈ പ്രദീപ് കുമാർ. ഏതായാലും പ്രദീപ് കുമാറിന്റെ മൃതശരീരം എപ്പോഴാണ് കൊണ്ടുവരിക എന്നത് സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം ഇപ്പോഴുമുണ്ട്. എന്നാൽ തൃശൂർ എം പി ടി.എൻ. പ്രതാപൻ പ്രതിരോധ മന്ത്രിയുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ, അതായത് പ്രദീപ് കുമാറിന്റെ മൃതശരീരം നാട്ടിൽ കൊണ്ടുവരണമെന്നും അവിടെ സംസ്കരിക്കാൻ ഏർപ്പാടുണ്ടാക്കണം എന്നും ടി.എൻ. പ്രതാപൻ എം പി പ്രതിരോധ മന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രതിരോധ മന്ത്രി ഇക്കാര്യം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മൃതശരീരം ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ പൊന്നൂക്കര ഗ്രാമവാസികൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വീട്ടിൽ പ്രദീപിന്റെ അച്ഛൻ രോഗിയാണ്, അദ്ദേഹം കിടപ്പിലാണ്. അദ്ദേഹത്തെ ഇപ്പോഴും മകന്റെ വിയോഗ വാർത്ത അറിയിച്ചിട്ടില്ല. ആരെയും തന്നെ പ്രദീപിന്റെ വീടിനകത്തേക്ക് പോലും പ്രവേശിപ്പിക്കുന്നില്ല. അല്പസമയം മുമ്പ് നിറയെ ആളുകളെ കണ്ടതിനെ തുടർന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം ആളുകൾ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പോലും അടുത്ത വീട്ടിലെ ചില ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ആളുകൾ വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രദീപിന്റെ അമ്മ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്ന് പൊട്ടിക്കരയാൻ പോലും സാധിക്കാത്ത അത്രയും സമ്മർദ്ദത്തിലാണ് അമ്മ ഉള്ളത്. ഏതായാലും മൃതശരീരം എപ്പോഴാണ് കൊണ്ടുവരിക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാനായി ശിവപ്രസാദ്, പ്രദീപിന്റെ കസിനാണ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അവസാനത്തെ വിവരം? അവസാനത്തെ വിവരം, മൃതശരീരം സുലൂറിലേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടിലേക്കാണോ ഡൽഹിയിലേക്കാണോ മൃതദേഹം കൊണ്ടുപോകാന്നുള്ള ചിത്രം ഒരു അരമണിക്കൂറിനുള്ളിൽ അറിയാമെന്നാണ് ഡിഫൻസ് ഓഫീസർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. എം പി എന്താണ്? എം പി നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗുമായിട്ട് കൂടിക്കാഴ്ച നടത്തി നമ്മുടെ പ്രദീപിൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആവശ്യപ്രകാരം എന്തിനും തയ്യാറാണെന്നാണ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ബോഡി നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ വേണ്ട സഹായമെല്ലാം ഗവൺമെൻറ് ചെയ്യേണ്ടതാണെന്ന് അറിയിച്ചു. ഈ പ്രദീപിന്റെ ഭാര്യ, കുട്ടികൾ, അവരൊക്കെ ഇപ്പോൾ കോയമ്പത്തൂർ തന്നെയാണ്? അതെ, അവരവിടെ ഡിഫൻസ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്.
ഭാര്യയും മക്കളും അവിടെ തന്നെയാണ്. അത് അങ്ങോട്ട് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ചിത്രം വ്യക്തമാക്കി കഴിഞ്ഞാൽ അവരെ നാട്ടിലെത്തിക്കേണ്ട നടപടികൾ സ്വീകരിക്കും. അച്ഛന്റെ ഒരു അവസ്ഥ നേരത്തെ ഡോക്ടറൊക്കെ വന്ന് മടങ്ങുന്നത് കണ്ടു. അച്ഛൻ ഒരു 2-3 ആഴ്ചയായിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഹോസ്പിറ്റലായിരുന്നു. 2 ആഴ്ചയോളം ICU വെന്റിലേറ്ററിലായിരുന്നു. അതിനുവേണ്ടി പ്രദീപ് 2 ആഴ്ച ലീവ് എടുത്തു വന്നിരുന്നു. ഈ 2 ആഴ്ചയും പിതാവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അദ്ദേഹം ഹോസ്പിറ്റലിൽ തന്നെയാണ് നിന്നിരുന്നത്. ഈ 2 ആഴ്ച അതിനു വേണ്ടി ആൾ ലീവ് എടുത്തു വന്നാണ്. അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. കസിനാണല്ലോ, എങ്ങനെയാണ് ഓർക്കുന്നത്? ഞങ്ങൾക്ക് ഈ നഷ്ടം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇത് അറിഞ്ഞ ഉടനെ ഈ നാട്ടിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ടൈമിലാണ് എല്ലാവരും അറിഞ്ഞ് ഭക്ഷണപാത്രം വലിച്ചെറിഞ്ഞ് എല്ലാവരും ഇവിടെ എത്തി. ഒരു 600-700 പേരോളം ഇവിടെ എത്തി. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. നാടിനും അത്ര പ്രിയപ്പെട്ട ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം. ഇത്ര വലിയൊരു പോസ്റ്റിലാണെന്ന് ഇപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലാവുന്നത്. ഒരു സിമ്പിൾ മനുഷ്യൻ്റെ പോലെയാണ് ആളുടെ ലൈഫ്. ആൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കൈലിമുണ്ടെടുത്ത് നാട്ടുകാരുടെ ഇടയിൽ കറങ്ങി നടന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, ഉപദേശങ്ങൾ കൊടുക്കുക, എല്ലാം പറയും. ഈ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇവിടെ പബ്ലിസിറ്റി ചെയ്യാറില്ല ആൾ. അത്ര സിമ്പിൾ മനുഷ്യന്. പിന്നെ ഇവിടെ ഒരു അന്നദാനം എന്നൊരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹം എല്ലാ വർഷവും 5 ചാക്കരി സംഭാവന ചെയ്യും. അദ്ദേഹത്തിൻ്റെ പേര് എഴുതരുതെന്ന് പറയും നോട്ടീസിൽ. ഫാദറുടെ പേര് വെച്ചാൽ മതി. പബ്ലിസിറ്റി തീരെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വലിയ നഷ്ടമാണ്, തീരെ നഷ്ടം. മലയാളികൾക്ക് തന്നെയല്ല, ഭാരതത്തിന് വളരെ തീരെ നഷ്ടമാണ്. അല്ലെങ്കിൽ വലിയൊരു ഓഫീസർ പോസ്റ്റിൽ റിട്ടയർ ചെയ്യേണ്ട ആളായിരുന്നു അദ്ദേഹം. ഇന്ന് തന്നെ മൃതദേഹം ഇങ്ങോട്ട് എത്തുമോ? അതിൻ്റെ ചിത്രം 1 മണിക്കൂറിനുള്ള വ്യക്തമാവുള്ളൂ. സുളൂർ ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മൃതദേഹം. അവിടെ ചെന്ന് മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ തീരുമാനപ്രകാരം നമ്മളെ അറിയിക്കുന്നതായിരിക്കും. 1 മണിക്കൂറിനുള്ളിൽ മാത്രമേ എപ്പോഴാണ് മൃതദേഹം കൊണ്ടുവരിക? അതിനി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമോ അതോ നേരെ ജന്മനാട്ടിലേക്ക് കൊണ്ടുവരുമോ എന്നത് 1 മണിക്കൂറിന് ശേഷം മാത്രമേ വ്യക്തമാകുള്ളൂ എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീലക്ഷ്മിയും മക്കളെയും ഇങ്ങോട്ടേക്ക്, അതായത് പൊന്നൂക്കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ ദുഃഖത്തിലാണ് പൊന്നൂക്കര ഗ്രാമവാസികൾ എല്ലാം തന്നെ. ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഏവരും. ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ച ഏതൊരു വ്യക്തിയും പറയുന്നത് ഇക്കാര്യം, അതായത് അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു ഈ പ്രദീപ് എന്നാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും നാടിന്റെ ഏത് ആവശ്യത്തിനും മുന്നിൽ നിൽക്കുമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രളയത്തിൽ 2018 മഹാപ്രളയത്തിൽ അങ്ങോട്ട് ചെന്ന് ദൗത്യം ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു ഈ പ്രദീപ്. ഒപ്പം തന്നെ ഓരോ നാട്ടുകാർക്കും പ്രദീപിനെ കുറിച്ച് പറയാനുള്ളത് വളരെ 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 പോസിറ്റീവായ ഒരുപാട് ഓർമ്മകളാണ് ഓരോ നാട്ടുകാർക്കും പങ്കുവെക്കാനുള്ളത്. ഏതായാലും വലിയ ദുഃഖത്തിലാണ് പൊന്നൂക്കര ഗ്രാമവാസികൾ എല്ലാവരും തന്നെ. ഈ അച്ഛൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ ഇപ്പോഴും പൊന്നുമകൻ ജീവനറ്റുപോയ വാർത്ത പോലും അറിഞ്ഞിട്ടില്ല. അമ്മ അതീവ ദുഃഖത്തിലാണ് അകത്തുള്ളത്. ഏതായാലും മൃതശരീരം അധികം വൈകാതെ തന്നെ തൃശ്ശൂരിലേക്ക്, പൊന്നൂക്കരയിലേക്ക് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം. രേണുക. വി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. പൊന്നൂക്കര ഗ്രാമം വിങ്ങുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ എത്തിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഏതാണ്ട് 1 മണിക്കൂറിനകം മാത്രമേ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വെല്ലിംഗ്ടണിലെ പൊതുദർശനം അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇനി തീരുമാനമുണ്ടാകും. MP ഒക്കെ ഇടപെട്ട സാഹചര്യത്തിൽ എന്തായാലും വീട്ടുകാരുടെ ആവശ്യമനുസരിച്ച് നാട്ടിലേക്ക് തന്നെ മൃതദേഹം കൊണ്ടുവരാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കുന്നത്. സുവി വിശ്വനാഥാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. When a soldier is being launched into battle, he is taught and is informed about the task in hand and what is the purpose of his mission. That is most important. If he understands the mission and is made fully aware of the consequences of his actions, he will take all measures to succeed. The other issue is each one of us have a regimental flag and a national flag that we are expected to plant at the objective, which is our mission. It is the respect for this flag, or Nishan as we call it, that he is willing to sacrifice his life, motivated to walk that extra mile to achieve success and ensure that the flag is planted where it was intended to be. So it is for the Naam, Namak and Nishan of his unit of the Indian Army on the nation that he sets on his mission, and this is the motivating force.
വെല്ലിംഗ്ടണിലെ മദ്രാസ് റെജിമെന്റിൽ പൊതുദർശനത്തിന് വെച്ച സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെയും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന മറ്റ് അന്തരിച്ച സൈനികരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് കൊണ്ടുവരികയാണ്. ഡൽഹിയിൽ മദ്രാസ് റെജിമെന്റിൽ നിന്നും സുലൂരിലേക്ക് ആംബുലൻസ് വഴി മൃതദേഹം എത്തിച്ചു. അവിടെ നിന്ന് വിമാനമാർഗമായിരിക്കും ഡൽഹിയിലേക്ക് എത്തുക. വൈകുന്നേരത്തോടുകൂടി മൃതദേഹം രാജ്യതലസ്ഥാനത്ത് എത്തും. അവിടെ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും മലയാളി ആയ പ്രദീപിൻ്റെ മൃതദേഹം അവിടെ നിന്നും ഒരുപക്ഷെ നേരെ നാട്ടിലേക്കായിരിക്കും കൊണ്ടുവരിക. അതിനുള്ള നീക്കങ്ങൾ എംപിമാരുടെ ഇടപെടൽ ഒക്കെയും അതിനുവേണ്ടി നടത്തുന്നുണ്ട്. നേരെ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കണം എന്നതാണ് ബന്ധുക്കളുടെ ആവശ്യം. മറ്റ് ഉള്ള ആളുകളുടെ മൃതദേഹങ്ങൾ ഡൽഹിയിലായിരിക്കും കൊണ്ടുപോവുക. അവിടെ നിന്ന് ജന്മദേശങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ അതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിൻ്റെയും ഭാര്യയുടെയും മൃതദേഹം സുലൂരിൽ നിന്നും വിമാനമാർഗം ഡൽഹിയിൽ എത്തിക്കും. വൈകുന്നേരത്തോടുകൂടി മൃതദേഹം ഡൽഹിയിൽ എത്തും എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അവിടുത്തെ മദ്രാസ് റെജിമെന്റിലെ പൊതുദർശനം എന്തായാലും പൂർത്തിയായിരിക്കുകയാണ്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, അവിടെ പൊതുദർശനം പൂർത്തിയായി മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വ്യോമമാർഗം സുലൂരിൽ നിന്നും കോയമ്പത്തൂർ വഴി ഡൽഹിയിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം പൊതുദർശനത്തിനുള്ള നടപടികളെല്ലാം പൊതുദർശനം എല്ലാം തന്നെ അവിടെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ അതിനുശേഷം പൊതുദർശനത്തിന് ശേഷം മൃതദേഹം പ്രത്യേക ആംബുലൻസിൽ സുലൂർ സൈനിക കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു, വ്യോമതാവളത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്നും വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക. ഏതാണ്ട് 1 മണിക്കൂറോളമായിരുന്നു പൊതുദർശനം എന്ന് പറയുന്നത്, 1.5 മണിക്കൂറോളമായിരുന്നു പൊതുദർശനം എന്ന് പറയുന്നത്. അവിടെ പൊതുദർശനത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയും മറ്റുള്ളവരെല്ലാവരും തന്നെ ആദരാഞ്ജലി അർപ്പിച്ചു. മന്ത്രിമാരും സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും പരിശീലനത്തിനെത്തിയിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യം കണ്ണീരോടെയാണ് ആ കാഴ്ച കണ്ടത്. അതിനുശേഷം പൊതുദർശന നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം വെല്ലിംഗ്ടൺ സൈനിക പരിശീലന കോളേജിലെ പരേഡ് ഗ്രൗണ്ടിലായിരുന്നു പൊതുദർശനം സൗകര്യം ഒരുക്കിയിരുന്നത്. ആ പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആംബുലൻസിൽ മൃതദേഹങ്ങൾ കയറ്റിയതിനു ശേഷം ഇപ്പോൾ റോഡ് മാർഗമാണ് ഈ വെല്ലിംഗ്ടണിൽ നിന്നും സുലൂർ സൈനിക കേന്ദ്രത്തിലേക്ക്, സൈനിക വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ സൈനിക വിമാനത്താവളത്തിൽ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം വിമാനത്തിൽ കയറ്റുന്ന മൃതദേഹം ഏതാണ്ട് 4 മണിയോടുകൂടി ഡൽഹിയിലെത്തിക്കും. പാലം സൈനിക വിമാനത്താവളത്തിലായിരിക്കും ഈ മൃതദേഹങ്ങൾ എത്തിക്കുക. 13 മൃതദേഹങ്ങളിൽ 12 എണ്ണമാണോ കൊണ്ടുപോകുക. അറക്കൽ പ്രദീപ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ജൂനിയർ വാറന്റ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം നേരെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ബന്ധുക്കൾ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉടനുണ്ടാകും. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക എന്തായാലും വൈകുന്നേരത്തോടെ മൃതദേഹങ്ങൾ ഡൽഹിയിലെത്തും എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ മറ്റൊരു വിവരം പുറത്തുവരുന്നത് രാജ്നാഥ് സിംഗ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സന്ദർശിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഈ അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ധരിപ്പിക്കും എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ പാർലമെന്റിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രതിരോധ മന്ത്രി ഇപ്പോൾ രാഷ്ട്രപതിയെ കാണാൻ ഒരുങ്ങുന്നത്. അങ്ങനെ ഒരു വാർത്ത കൂടി പുറത്തുവരുന്നു. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ട അല്പം പ്രാധാന്യമുള്ള മറ്റൊരു വാർത്തയാണ്. ആലപ്പുഴ കുട്ടനാട്ടിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഭോപ്പാലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ആദ്യം രോഗം കണ്ടെത്തിയ തകഴി പഞ്ചായത്തിൽ താറാവുകളെ കത്തിക്കാനാണ് തീരുമാനം. ഇതിനായി 10 ടീമുകളെ നിയോഗിച്ചു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതും കുട്ടനാട്ടിൽ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് വിവരങ്ങൾ? രേണുക, ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുതന്നെ ആലപ്പുഴ ജില്ലയിൽ തകഴി പഞ്ചായത്തിലെ 10ാം വാർഡിലായിരുന്നു
താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന നടത്തുകയും പക്ഷിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങൾ തന്നെ പ്രകടിപ്പിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് 9,000-ഓളം താറാവുകൾ ചത്തു. അതിൽ തന്നെ 10ാം വാർഡിലുള്ള ഒരു കർഷകന്റെ ഫാമിൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ താറാവുകൾ ചാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബറിലും ഇതേ സമയത്ത് തന്നെ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാമ്പിൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുക്കുകയും അവരെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഫലം വന്നിട്ടുണ്ട്, പോസിറ്റീവാണ്. H5N1 എന്ന വൈറസാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രേണുക, കേരളത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. കുട്ടനാട്ടിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം റൗണ്ട് അപ്പ് ബുള്ളറ്റിൻ കാണാം.